നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ചിരട്ടപ്പുട്ട്. ഇത് ഉണക്കലരി കൊണ്ടുള്ള പുട്ടാണ്. ഈ ഉണക്കലരിയുടെ പുട്ടുപൊടി ഞാൻ വാങ്ങിക്കുന്നത് എൻ്റെ ഫ്രണ്ട് ദേവിയുടെ അടുത്ത് നിന്നാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണക്കലരിയുടെ പുട്ടുപൊടിക്ക്. പിന്നെ ഈ ചിരട്ട ഇതുപോലെ ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കണം. 2 എണ്ണം ഇങ്ങനത്തെ. അപ്പോൾ അത് നല്ലോണം അതിൻ്റെ മീശയൊക്കെ കളഞ്ഞ് ഒരുപാട് വർഷമായി അത് എൻ്റെ കയ്യിലുള്ള. ഇതുവരെ അത് പൊട്ടിയിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അപ്പം അങ്ങനെ കുക്കറിൻ്റെ മുകളിലാണ് വെക്കണത് കേട്ടോ ചിരട്ട. ഇടയ്ക്കൊക്കെ ചെരിഞ്ഞൊക്കെ പോവാറുണ്ട്. എന്നാലും ചിരട്ടയിൽ ഉണ്ടാക്കണതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ചിരട്ടയിൽ വെക്കണ കുറച്ചുകൂടിയും ഹെൽത്തി ആണല്ലോ, അതും നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിരുന്നത് ചിരട്ട. പിന്നെ അതുപോലെ ഈ അടയ്ക്കാനായിട്ട് കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു ചിരട്ടയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ആവി നല്ലോണം പുറത്തേക്ക് പോയിക്കോളും, നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ അതേ എൻ്റെ പുട്ട് പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചെടുക്കണം. അത് അങ്ങനെ പ്ലേറ്റിലേക്ക് കമത്തി വയ്ക്കുക. എൻ്റെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ക്യാബേജും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഉച്ചക്കേൽക്കുള്ളത് തലേ ദിവസം കൂട്ടാനിരിക്കണ കാരണം ഇന്ന് കൂട്ടാൻ വയ്ക്കുന്നില്ല. അപ്പോൾ പിന്നെ അതിന് ശേഷം അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കഴിക്കാനിരിക്കാം. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. ഇനി അതിനുശേഷം വൈകുന്നേരം സന്ധ്യയിലെ വിശേഷങ്ങളാണ്. ഇപ്പം അച്ഛൻ തൃശ്ശൂർക്ക് പോയതുകൊണ്ട് ഞാൻ തന്നെയാണ് വിളക്ക് കത്തിക്കണേ കേട്ടോ. വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു പ്രകാശം ക്യാമറയിൽ കൂടെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം, അതിലൊരു പ്രത്യേകതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയോ? അത് എല്ലാവരുടെയും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ക്യാമറയിൽ കാണുമ്പോൾ വേറൊരു പ്രകാശം കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ വിളക്കുകളെല്ലാം കത്തിച്ച് വൈകുന്നേരം ഞാൻ എല്ലാ സ്ഥലത്തും കത്തിക്കില്ല കേട്ടോ. ഇവിടെ 2 സ്ഥലത്തും മാത്രമേ കത്തിക്കാറുള്ളൂ. രാവിലെ മാത്രമാണ് 3-4 സ്ഥലത്ത് കത്തിക്കാം. വൈകിട്ട് ഈ 2 സ്ഥലത്ത് മാത്രമേ വിളക്ക് കത്തിക്കുള്ളൂ. അതിനുശേഷം പ്രാർത്ഥിച്ച് പിന്നെ നാമം ജപിക്കും. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എൻ്റെ റൂട്ടീൻസാണെന്ന് മാത്രം അതൊക്കെ. പിന്നെ ഇന്ന് എനിക്ക് വൈകുന്നേരം എനിക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അതായത് നൂഡിൽസ്, മാഗി നൂഡിൽസാണ്. വെറുതെ ഞാനതിങ്ങനെ ചൂടാക്കി കഴിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ എൻ്റെ ഓർമ്മയാണത്. പണ്ട് ചിറ്റ ബോംബെയിൽ നിന്ന് വന്നപ്പോൾ അത് ആദ്യമായിട്ട് കഴിച്ചൊരു ഓർമ്മയാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ആ ഓർമ്മ വരും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നൽകി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു.